സർവ്വലോകത്തിനും അനുരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു അവസരം നൽകിയ എല്ലാ സുമനസ്സുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്, എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ഒരു 2-3 പ്രഭാഷണങ്ങളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച ശാഖായോഗങ്ങളിലാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ പ്രഭാഷണത്തിനും എൻ്റെ തുടക്കം അങ്ങനെ തന്നെ ആവും. കാര്യം കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് പ്രഭാഷണം ചെയ്ത നമ്മുടെ ചെങ്ങന്നൂർ ടൗൺ SNDP ശാഖ ഏതാണ്ട് 96ാം നമ്പർ SNDP ശാഖയാണ്. ആദ്യത്തെ 108 ശാഖകൾക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ തേൻ മാവിൻ്റെ ചുവട്ടിലിരുന്ന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നേരിട്ട് നമ്മളുടെ കൈകൾ കൊണ്ട് വാങ്ങുവാൻ ഭാഗ്യം ലഭിച്ച പൂർവികരുടെ പിന്മുറക്കാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ഒരു സ്നേഹം, ആ ഒരു കരുതൽ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 9ാം നമ്പർ മുട്ടാർ ശാഖയുടെ പ്രസിഡന്റ് CK സതീഷ് സാർ, അതോടൊപ്പം തന്നെ സെക്രട്ടറി സദാനന്ദൻ സാർ, വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ സാർ, അതോടൊപ്പം തന്നെ എന്നെ ഇന്ന് ഇങ്ങനെ ഒരു നിയോഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന നമ്മളുടെ നന്ദുചേട്ടനെ കുറിച്ച് പറയാതിരിക്കുവാൻ പറ്റില്ല. കാര്യം എനിക്ക് നന്ദുചേട്ടനെ പരിചയം നമ്മൾ യുവജന പദയാത്ര, ഇപ്പം 2ാമത് യുവജന പദയാത്ര കോട്ടയത്ത് നിന്ന് ശിവഗിരിയിലേക്ക് ഏതാണ്ട് 100-ിലധികം യുവജനങ്ങൾ പങ്കെടുത്ത ഒരു പദയാത്ര എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഫേസ്ബുക്കിലൂടെയോ ഒക്കെ. അങ്ങനെ ഇതിൻ്റെ 2ാമത് പദയാത്രയുടെ ഭാഗമായിട്ടാണ് നന്ദുചേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നന്ദുചേട്ടൻ്റെ ഇടയ്ക്കിൽ ഞാനാണ് അന്ന് സത്യം പറഞ്ഞാൽ ആദ്യം നന്ദുചേട്ടനെ വിളിക്കുന്നത്. നന്ദുചേട്ടൻ ഇന്നപോലെ ഒരു പദയാത്രയൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം അറിയാം, എന്താ പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു ഇതിന് നല്ല ചിലവൊക്കെ ഉണ്ട്, എൻ്റെ കാര്യങ്ങളിലൊക്കെ ചേട്ടൻ്റെ സഹകരണം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു 10,000 രൂപയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നന്ദുചേട്ടൻ അങ്ങനെയല്ല പറഞ്ഞത്, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എത്ര വേണമെന്ന്, അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇത്ര തരാം എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പറയുന്ന തുക ഞാൻ തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു പദയാത്രയ്ക്ക് വേണ്ടുന്ന വലിയ ഒരു തുക നൽകിയ നന്ദുചേട്ടനും അദ്ദേഹത്തിൻ്റെ അമ്മ, ആ കുടുംബമാണ് ഇന്നത്തെ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ഈ പ്രഭാഷണം അടക്കം ചെയ്യുന്നത്. അവരോടുമുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമേ തന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനീഷ്. ഞാൻ ഗുരുപദം TV-യുടെ ചുമതലക്കാരനായിട്ട് ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും ഒരു തവണ ഈ മുട്ടാർ എത്തിയിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വാമിയുടെ ധ്യാനം നടന്ന വേദിയിൽ ഞാൻ ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇതുപോലെ ഈ നിൽക്കുന്ന പോലെ തന്നെ ഞാൻ നിന്ന് അത് കവർ ചെയ്ത് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ നാൾ മുമ്പാണ്. അങ്ങനെ ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇവിടെ വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കടമ അല്ലെങ്കിൽ എൻ്റെ കർത്തവ്യം ഭഗവാന്റെ ഈശ്വരീയത പറയുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടാൻ നേരം എൻ്റെ ഫോൺ എടുത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് നമ്മളുടെ ചാനലിനകത്ത് വന്ന ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ്, അത് ഞാനൊന്ന് വായിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഇന്നത് ഇവിടെ ഒന്ന് സംസാരിക്കണം. കാര്യം എൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമൻറ്റാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരനാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രവീൺ എന്നാണ്. അദ്ദേഹം അതിനകത്ത് കമൻ്റായിട്ട് ഇട്ടേക്കുവാണ്, ശ്രീനാരായണ ഗുരു ദൈവമല്ല, ദൈവമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയില്ല. കാരണം അന്ധവിശ്വാസികൾക്കും ജാതി ഉച്ച നീചത്വത്തിനുമെതിരെ സംസാരിക്കുകയും കേരളത്തിലൊരു നവോത്ഥാന വിപ്ലവം സൃഷ്ടിച്ച മഹാത്യാഗിയായ സന്യാസിവര്യനാണ് ശ്രീനാരായണ ഗുരു. അല്പന്മാർ അവരുടെ ജീവിതലാഭം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ദൈവമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് അംഗീകരിച്ചു കൊടുക്കുവാൻ കേരളം തയ്യാറാവില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ്. അപ്പോൾ ഇതിനാണ് ഞാൻ മറുപടി പറയുന്നത്. ഇതിനകത്ത് തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് എൻ്റെ ഇതായിട്ട് വെച്ചേക്കുന്ന വിഷയം
ശ്രീനാരായണ ഗുരുവിൻ്റെ ഈശ്വരീയത തീർച്ചയായിട്ടും കടന്നു വരുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കമൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ സംസാരിക്കുന്നത്, എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ശ്രദ്ധാപൂർവം നമുക്കത് ഒന്ന് ശ്രവിക്കാം. ഞാൻ ആദ്യമേ ഒരൊറ്റ ചോദ്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ശ്രീനാരായണ ഗുരു ദൈവമാണോ? എന്ത് മറുപടി പറയും? ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പം നമ്മളോട് ചോദിക്കുന്ന ഒരാൾക്ക് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇന്ന് ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം നമ്മളുടെ നേരെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കൊടുക്കാവുന്ന രീതിയിൽ നമുക്കിന്ന് ഇവിടുന്ന് പോകണം. അതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം, അല്ലേ? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെ നമുക്ക് പഠിക്കാം? നമ്മളുടെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്നറിയോ? ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് കൃതികൾ ചൊല്ലിയത് കൊണ്ടോ അല്ലെ ഗുരുസ്തവം ചൊല്ലിയത് കൊണ്ടോ നമ്മളുടെ വീടിൻ്റെ ഭിത്തിയിൽ നമ്മൾ കയറി വരുന്ന അവിടെ വലിയൊരു ഫോട്ടോ വെച്ചത് കൊണ്ടോ നമ്മുടെ പൂജാമുറിയിൽ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചത് കൊണ്ടോ മാത്രം ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാവില്ല. ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരനാവില്ല. ഈശ്വരനാവുന്നത് എങ്ങനെയാണ്? നമ്മൾ മുൻധാരണകൾ വെച്ചിട്ടാണ് ഗുരുവിനെ സമീപിക്കുന്നത്. നമ്മളുടെ ആ മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഗുരുവിനെ പഠിക്കുവാൻ തയ്യാറാവുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഈശ്വരനും ദൈവവും ഒക്കെ ആവുന്നത്. ഇനി എങ്ങനെ പഠിക്കാം? ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ കൃതികളുണ്ട്. ഏതാണ്ട് 64ഓളം വരുന്ന കൃതികൾ നമുക്ക് പഠിക്കുമ്പോൾ ഗുരുസ്വരൂപത്തെ നമുക്കറിയാൻ സാധിക്കും. ഗുരുവിനൊപ്പം നടന്ന സന്യസ്തരായിട്ടുള്ള ഗൃഹസ്ഥരായിട്ടുള്ള ശിഷ്യന്മാരുണ്ട്. ഗുരുവിൻ്റെ സമകാലത്തിൽ ജീവിച്ചിരുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. ഇവരൊക്കെ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഗുരുവിനെ പഠിക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഗുരുവിനെ അറിയുക, പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടാം. 1883 അല്ലെ 84 കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒപ്പം ചേർന്ന ഗുരുവിൻ്റെ പ്രഥമ സന്യസ്ത ശിഷ്യനായി മാറിയ ശിവലിംഗദാസ് സ്വാമികൾ. നമ്മൾ കേട്ടിട്ടില്ലേ? ശിവലിംഗദാസ് സ്വാമികൾ ഏതാണ്ട് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ തപസ് തുടങ്ങുന്ന കാലത്ത്, അരുവിപ്പുറം വനാന്തരങ്ങളിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വരുന്ന കാലത്താണ് കുഞ്ചു എന്ന് വിളിക്കുന്ന നെയ്യാറ്റിൻകരയിലെ മാരായമുട്ടത്ത് മണ്ണാത്തല എന്ന നായർ സമുദായത്തിൽപ്പെട്ട ഈ പറഞ്ഞ കൊച്ചപ്പിപ്പിള്ള കുഞ്ചു എന്ന് ഓമനപ്പേരിൽ വിളിച്ചുകൊണ്ടിരുന്ന ഏതാണ്ട് 13-14 വയസ്സ് പ്രായം മാത്രമുള്ള കൊച്ചപ്പിപ്പിള്ള വനത്തിലൂടെ, അന്ന് മൊത്തം വനമാണ്, അരുവിപ്പുറം എന്ന് പറയുന്നത് വനം, നിബിഡമായ വനമാണ്. ആ വനത്തിലൂടെ നടന്നു വരുമ്പോൾ ഗുരുവിനെ കാണുന്നതും അതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഗുരുവിനെ കണ്ട് ഗുരുവിൻ്റെ സമീപത്ത് ഗുരുവിനൊപ്പം കൂടിയത് കൊണ്ട് മാത്രം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൊച്ചപ്പിപ്പിള്ള പിന്നീട് ഗുരുവിനോടൊപ്പം സന്തത സഹചാരിയായിട്ട് 1919 ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് സ്വാമിയുടെ സമാധി. ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ അവിടെ? ആ സ്വാമിയുടെ സമാധിയാവുന്ന സമാധി പര്യന്തം ഏതാണ്ട് 36 വർഷക്കാലം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒപ്പം നടന്ന് ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നടന്ന ഗുരുവിൻ്റെ ആ ഒരു 36 വർഷം ഗുരുവിനോട് ചേർന്ന് നടന്ന ശിവലിംഗദാസ് സ്വാമികൾ ഏതാണ്ട് 34ലധികം കൃതികൾ എഴുതിയിട്ടുണ്ട്. അറിയോ? ഏതെങ്കിലും കൃതിയൊക്കെ അറിയോ ശിവലിംഗദാസ് സ്വാമികൾ എഴുതിയ കൃതികൾ? അറിയോ? ഇല്ല. അതാണ് നമ്മൾ പഠിത്തമില്ല. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്, നമ്മൾ പഠിക്കാനാണ് തയ്യാറാവേണ്ടത്. അപ്പം മാത്രമേ നമുക്ക് ഗുരുവിനെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചതയത്തിനോ മഹാസമാധിക്കും അല്ലെങ്കിൽ എല്ലാ മാസത്തിലെ ചതയത്തിലും രാവിലെ വരുന്നു, കുറച്ച് കൃതികൾ, നമുക്കറിയാവുന്ന കുറച്ച് കൃതികൾ നമ്മൾ ചൊല്ലുന്നു, പ്രാർത്ഥനകൾ ചൊല്ലുന്നു, കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥനകളും പൂജകളും ഗുരുപൂജയൊക്കെ എടുത്ത് പോയാൽ മാത്രം നമുക്ക് ഗുരുവിനെ മനസ്സിലാവില്ല. നമ്മൾ പഠിക്കണം, നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുരുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഈ ശിവലിംഗദാസ് സ്വാമികൾ ഏതാണ്ട് 34ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ശ്രീനാരായണ ഗുരുദേവൻ ശിവലിംഗദാസ് സ്വാമിയോട് പറഞ്ഞിട്ട്
നല്ല ഉത്തമയായ സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു കൃതി നമുക്ക് ശിവലിംഗദാസ്വാമികൾ എഴുതി തന്നിട്ടുണ്ട്. സ്ത്രീ മിത്ര ശതകം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി. ഉത്തമയായ സ്ത്രീ എങ്ങനെയായിരിക്കണം, ഏതാണ്ട് 100 ശ്ലോകങ്ങൾ അടങ്ങുന്ന കൃതിയാണ് സ്ത്രീ മിത്ര പഞ്ചകം. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശം എഴുതിയപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ശിവലിംഗദാസ്വാമികൾ കൃതികൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം 34ഓളം കൃതികൾ എഴുതിയിട്ടുള്ള ശിവലിംഗദാസ്വാമികൾ എഴുതിയ ഒരു കൃതി ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും എല്ലാ ദിവസവും ചെല്ലാറുള്ളതാണ്. ഗുരുഷട്കം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഗുരുഷട്കം നമുക്ക് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ല. ഈ നാരായണമൂർത്തെ, ദൈവമേ കാത്തുകൊള്ളുക, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ പേരെന്നാന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അതിനകത്ത് ശിവലിംഗദാസ്വാമികൾ കൃത്യമായിട്ട് ഗുരുഷട്കം എന്ന കൃതിയിലെ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നു. എന്താ പറഞ്ഞു തരുന്നത്? ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശുദ്ധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഗുരുവിൻ്റെ കൂടെ 36 വർഷക്കാലത്തോളം ഒന്നിച്ച് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ശിവലിംഗദാസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നു. എന്ത് പറഞ്ഞു തരുന്നു? ബ്രഹ്മത്തിന് മൂർത്തിഭാവമുണ്ടെങ്കിൽ, മനുഷ്യരൂപം പൂണ്ടിട്ടുണ്ടെങ്കിൽ അത് നാരായണ യതീന്ദ്രനാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇല്ലേ. അതിൻ്റെ തന്നെ 2-ാം ലൈനിൽ പറയുന്നു ശിതാനാം ശുദ്ധിഹേതവേ. എന്താ പറഞ്ഞു തരുന്നത്? ആശ്രയിക്കുന്നവർക്ക് കാരണഭൂതനായി നിൽക്കുന്ന, ശുദ്ധി വരുത്തുന്ന നാരായണ യതീന്ദ്രനാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ലേ. അത് മുമ്പോട്ട് പഠിക്കുമ്പോഴോ ഒന്നാലോചിച്ചേ. ഇനിയും ആ കൃതി നമ്മളെ പഠിപ്പിച്ചു. യസ്യനഹ കൽപ്പതേ സിദ്ധേ പദാംബുജ രജോലവഹ. ഗുരുവിൻ്റെ പാദത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പൊടി മതി നമുക്ക് നമ്മളുടെ മോക്ഷം പ്രാപിക്കുവാനെന്ന് ശിവലിംഗദാസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നു ഇല്ലേ. ഇനിയും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴോ ഏത് രൂപത്തിലാണ് ശിവലിംഗദാസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഏത് രൂപത്തിലാണ് കണ്ടത്? ഓം നമഃശിവായ എന്ന രൂപത്തിൽ. ആ കൃതിയുടെ എല്ലാ ശ്ലോകത്തിൻ്റെയും ആദ്യ അക്ഷരം എടുത്ത് വായിക്കുമ്പോൾ ഓം, അടുത്തത് നമോ ഭഗവതേ നിത്യശുദ്ധ മുക്ത മഹാത്മനെ എന്ന് പറയുന്ന നാ, അടുത്തത് മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ എന്ന് പറയുന്ന മാ അല്ലേ. ഓം നമയായില്ലേ. ഇനിയും ശിശിരി കുർവദേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൽ ബ്രഹ്മവിദ്യ കോവിദായ എന്ന് പറയുന്ന ശി അല്ലേ. അടുത്തതോ വാദിനാം വാദിനെ വാചമ്യമാനാം മൗനഭാജിനെ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമ. സർവലോകത്തിനും അനുരൂപനായ അല്ലേ. പറയുന്നുണ്ടോ സാമൂഹിക പരിഷ്കർത്താവാണെന്നോ മതപരിഷ്കർത്താവാണെന്നോ സമുദായോദ്ധാരകനാണെന്നോ ആണോ പറയുന്നത്? സർവലോകത്തിനും അനുരൂപനെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഈഴവർക്ക് മാത്രമെന്നല്ല പറഞ്ഞത്. സർവലോകത്തിനും അനുരൂപനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശിവലിംഗദാസ്വാമികൾ ഇല്ലേ. പറഞ്ഞു തരുന്നില്ലേ? നമ്മൾ പഠിച്ചോ? നമ്മളതിനെ കൃതിയായിട്ട് തന്നെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം പോരാ, നമ്മളുടെ ജീവിതത്തിലും അത് പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ഇനിയും ഇതിനകത്ത് 2 കാര്യമുണ്ട്. നമ്മളിപ്പോൾ അറിഞ്ഞ ഒരു കാര്യവും തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇതും വരും. ഇതുകൂടി ഞാനൊന്ന് ഇവിടോട്ട് ഇട്ടിട്ട് പോവുകയാണ്. അറിവും തിരിച്ചറിവും. അങ്ങനെ നമ്മൾ ഈ രീതിയിൽ, നമ്മൾ ഇതുവരെ അറിഞ്ഞ രീതിയിൽ നിന്നും നമ്മൾ തിരിച്ചറിവിൻ്റെ രീതിയിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കണം. അങ്ങനെ ശിവലിംഗദാസ്വാമികൾ ഗുരുഷട്കത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സ്വരൂപം നമുക്ക് കാട്ടിത്തന്നു. ഇനിയും അടുത്ത ഒരാളുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ അനന്തരഗാമിയായിട്ട് ഗുരു. 1926 മെയ് 3-ാം തീയതി ആറ്റിങ്ങൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിൽപത്രം എഴുതി വച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരനായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ അഭിഷേകം ചെയ്ത ഗുരുവിൻ്റെ അനന്തരഗാമിയായിട്ട് വാഴ്ത്തപ്പെട്ട ബോധാനന്ദ സ്വാമികൾ, ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ കേട്ടിട്ടുണ്ടോ? ബോധാനന്ദ സ്വാമികൾ ഉണ്ടല്ലോ. ഈ ബോധാനന്ദ സ്വാമിയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ്. ബോധാനന്ദ സ്വാമിയെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യനാണ് ബോധാനന്ദ സ്വാമി അല്ലേ. ഈ ശിഷ്യനെക്കുറിച്ച് ഗുരു പറഞ്ഞ ഏറ്റവും വലിയ, ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു വലിയ കമൻറ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ബോധാനന്ദനോളം ത്യാഗം
നമുക്കില്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ സന്യസ്ത ശിഷ്യനാണ് ബോധാനന്ദ സ്വാമി. ഒരു ഗുരു ഒരു ശിഷ്യനെ നോക്കി ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന് പറയണമെങ്കിൽ ബോധാനന്ദ സ്വാമി ആരായിരിക്കും എന്ന് നമ്മളൊന്ന് നോക്കണ്ടേ? വേണ്ടേ? ബോധാനന്ദ സ്വാമി 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീനാരായണ ഗുരുദേവനും ബോധാനന്ദ സ്വാമിയും ആദ്യമായിട്ട് കാണുന്നത്. ബോധാനന്ദ സ്വാമിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബോധാനന്ദ സ്വാമി ഏതാണ്ട് 500-ലധികം സന്യസ്ത ശിഷ്യരുള്ള ഒരു ഗുരുവാണ് ബോധാനന്ദ സ്വാമി. ഓർത്തോണേ, 500-ലധികം സന്യസ്ത വ്യവസ്ഥാപിതമായ 500-ലധികം സന്യസ്ത ശിഷ്യരുള്ള ബോധാനന്ദ സ്വാമിയാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ക്ഷേത്രധ്വംസനം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. വിഗ്രഹാരാധനയെ എതിർത്തിരുന്ന, നഖശികാന്തം എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ്. തലശ്ശേരിയിൽ ഗുരുവിനെ കാണാൻ വന്നത് ഗുരു ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നത് കാണാൻ വേണ്ടി വന്നതല്ല. അവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്താതിരിക്കാൻ, അത് തടയാൻ വേണ്ടി, ഗുരുവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് ബോധാനന്ദ സ്വാമിയും കുറേ ശിഷ്യന്മാരും കൂടെ വരുന്നത് തലശ്ശേരിയുടെ മണ്ണിലേക്ക്. എന്നിട്ട് ഇവർ വന്നിട്ട്, ഇപ്പം നമുക്കിവിടെ ഒരു ഉത്സവം നടത്താൻ ഇവിടുത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ കഷ്ടപ്പെടുന്നത് നമുക്കറിയാമല്ലോ. അപ്പം ഒന്നുമില്ലാത്ത ഒരു കാലത്ത് തലശ്ശേരിയുടെ മണ്ണിൽ ഗുരുവിനെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് വിളിച്ചു കൊണ്ടുപോയി. ആ കഷ്ടപ്പെട്ടു എന്ന് ഉദ്ദേശിച്ചത് വന്ദേ ഭാരത് ഒന്നുമില്ല. ഇപ്പം കയറിയാലാണ്ട് 6 മണിക്കൂർ കൊണ്ട് തലശ്ശേരി ചെല്ലാം. വർക്കലയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കയറിയാൽ അന്ന് ഇതൊന്നുമില്ല. അവിടുന്ന് വള്ളത്തെ വരണം, കുറച്ച് പിന്നെ അടുത്ത വള്ളത്തെ കയറണം. അങ്ങനെ 6, 7, 8, 10 ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് ശിവഗിരിയിലേക്ക് ആളെത്തി ഗുരുവിനോടൊരു കാര്യം പറയുന്നത്. മൊബൈൽ ഫോണില്ല, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് ഗുരുവിനെ വിളിച്ച് പറയാൻ പറ്റില്ല. അന്ന് ഇതൊന്നുമില്ല. ആകെ ഉള്ളത് കത്തിടപാടാണ്. അതും ഈ പറയുന്നത് പോലെ വളരെ ലേറ്റായിട്ടൊക്കെയാണ് കിട്ടാറും വരാറും ഒക്കെ ഉള്ളത്. അപ്പോൾ അവരവിടുന്ന് കഷ്ടപ്പെട്ട് മൂർക്കോത്ത് കുമാരനും വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനുമൊക്കെ തലശ്ശേരിയുടെ മണ്ണിൽ നിന്ന് ഗുരുവിനെ കണ്ട് പല തവണയായിട്ട് 1906 ഗുരു പോയി കുറ്റിയടിച്ച് 2 വർഷം അവർ പിരിവൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അവർ ക്ഷേത്രം പണിയുടെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പുറത്ത് രണ്ടാമത്തെ കക്ഷി വരുന്നത്, ബോധാനന്ദ സ്വാമി. ഈ പ്രതിഷ്ഠ ഇവിടെ നടത്താൻ പറ്റില്ല. അവിടെ തലശ്ശേരിയുടെ മണ്ണിൽ അവരെല്ലാവരും നടന്ന വലിയ പ്രചരണമാണ്. ക്ഷേത്രം കൊണ്ട് അനാചാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, സവർണറുടെ ഇതായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയേറെ പബ്ലിസിറ്റി അതിന് കൊടുത്തപ്പോൾ അതിൻ്റെ സംഘാടകരിതറിഞ്ഞ്, സംഘാടകരായിട്ടുള്ള മൂർക്കോത്ത് കുമാരനും ഈ വരദൂർ കാണിയിൽ കുഞ്ഞിക്കണ്ണനും ഒക്കെ ഓടിച്ചെന്നിട്ട് ബോധാനന്ദ സ്വാമിയെ കണ്ട് പറഞ്ഞു, സ്വാമി ചതിക്കരുത്, ഞങ്ങളിത് കഷ്ടപ്പെട്ട് ഇവിടെ ചെയ്യുകയാണ്, ഇതിന് നെഗറ്റീവായിട്ടുള്ള കമൻ്റൊക്കെ പറഞ്ഞ് ചതിക്കരുതേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബോധാനന്ദ സ്വാമി അനുനയിപ്പിക്കാൻ സംഘാടകരുടെ ഒരു ശ്രമം നടത്തി. ഒരു രക്ഷയില്ല. ബോധാനന്ദ സ്വാമി വളരെ വലിയ പണ്ഡിതനാണ്. അപ്പോൾ പാണ്ഡിത്യമുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഇവർക്ക് ഒരു പിടിയില്ല, ഇത് കയ്യിൽ നിന്ന് പോവും. ആ അവസ്ഥയായി. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവരെ ഏറ്റവും ഒടുക്കം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തലശ്ശേരിയുടെ മണ്ണിൽ അവിടെ വിശ്രമിക്കുന്നുണ്ട്. സ്വാമി നേരിട്ട് വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് സംസാരിക്കും, എന്നിട്ട് നമുക്കിതിനൊരു തീരുമാനത്തിലെത്താം. അവസാന അടവ് നയം അവരെടുത്തവിടെ. അങ്ങനെ ബോധാനന്ദ സ്വാമി സമ്മതിച്ചു, ശ്രീനാരായണ ഗുരുദേവനെ ഞാൻ നേരിട്ട് വന്ന് കാണാം എന്ന് പറഞ്ഞ് തലശ്ശേരിയുടെ മണ്ണിൽ ഈ 2 പേരും തമ്മിൽ ചേരുന്ന ഒരു രംഗമുണ്ട്. 2 പേരും ഗുരു അവിടെ വിശ്രമിക്കുന്നു, ബോധാനന്ദ സ്വാമി നേരെ മുമ്പിൽ വന്ന് നിന്നു. ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് കുറച്ച് നേരം നോക്കി നിന്നു എന്ന് മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. കുറച്ച് നേരം ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ആ കണ്ണുകളെ പറ്റി ഞാൻ പിന്നീട് പറയുന്നുണ്ട്. എങ്കിലും അതിൻ്റെ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വന്നിട്ട് അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗ നയനങ്ങളെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ യോഗ നയനങ്ങളിലേക്ക് ബോധാനന്ദ സ്വാമി നോക്കിയത് മാത്രമേ ബോധാനന്ദ സ്വാമിക്ക് അറിയുള്ളൂ. പിന്നീട് ദീർഘദണ്ഡ നമസ്കാരം നടത്തി അതിനുശേഷം 1908 തലശ്ശേരിയിൽ നിന്ന് ഗുരുവിൻ്റെ ഒപ്പം കൂടി 12-ലാണ് 1912 ശിവഗിരി ശാരദാമഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിൽ ചേരുന്നതെങ്കിൽ ആ 1908 മുതൽ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ ശിവലിംഗദാസ്വാമിയുടെ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ആശ്രമത്തിൽ ഇവർ ബോധാനന്ദ സ്വാമിയും ശിവലിംഗദാസ്വാമിയും ഒന്നിച്ച് 4 വർഷം താമസിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയിലോട്ട് എത്തുന്നത്.
അവിടെയും വേറൊരു വ്യത്യാസമുണ്ട്. അവിടെ 1928 വിഗ്രഹം വേണ്ട എന്ന് പറഞ്ഞ ബോധാനന്ദ സ്വാമിയാണ് ഗുരുവിനെ ജീവിച്ചിരിക്കുമ്പോൾ ഗുരുവിൻ്റെ പഞ്ചലോക വിഗ്രഹം തലശ്ശേരിയുടെ മണ്ണിൽ പ്രതിഷ്ഠ നടത്തിയത്. ആലോചിച്ച്, ഒരു പ്രതിഷ്ഠയും വേണ്ട, ഗുരുവിൻ്റെന്ന് പോയിട്ട് ഒരു പ്രതിഷ്ഠയും വേണ്ട, ക്ഷേത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ബോധാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ ഗുരുവിൻ്റെ പഞ്ചലോക വിഗ്രഹം തലശ്ശേരിയുടെ മണ്ണിൽ പ്രതിഷ്ഠിച്ചു. ഇപ്പോഴും നമുക്ക് ചെന്നാൽ കാണാം, അവിടെയുണ്ട്. ഇപ്പം നമ്മൾ മുമ്പേ മെസ്സേജിനകത്ത് പറഞ്ഞ അദ്ദേഹം ചോദിച്ചു, ഗുരു ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, ഗുരുവിനെ ദൈവമാക്കുന്നതൊക്കെ ഗുരു അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഗുരു ജീവിച്ചിരുന്നപ്പോഴാണ്, ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യനാണ്, ഗുരുവിൻ്റെ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത്. ഗുരു ആ വിഗ്രഹം നേരിട്ട് കണ്ടിട്ടുകൂടിയുണ്ട്. എന്നിട്ടും ഗുരു പറഞ്ഞില്ല ഇതൊന്നും വേണ്ട, ഞാൻ മറ്റേ സാമൂഹിക പരിഷ്കർത്താവാ, എനിക്ക് വിഗ്രഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നമ്മൾ തിരിച്ചറിയണം, കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയുള്ള ബോധാനന്ദ സ്വാമി. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഗുരു തൃശ്ശൂർ നമ്മുടെ കൂർക്കഞ്ചേരിയിൽ വിശ്രമിക്കുന്ന സമയം നമ്മുടെ വൈക്കാട്ടിൽ ശങ്കരൻ കേട്ടിട്ടുണ്ടോ? വൈക്കാട്ടിൽ ശങ്കരൻ, നമ്മുടെ തൃശ്ശൂർ വാടാനപ്പള്ളിയിലുള്ള വൈക്കാട്ടിൽ ശങ്കരൻ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഇപ്പോഴും പോയാൽ നമുക്ക് വൈക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനം കാണാം. ഈ വൈക്കാട്ടിൽ ശങ്കരൻ ഗുരു തൃശ്ശൂർ കൂർക്കഞ്ചേരിയിൽ വിശ്രമിക്കുന്ന മാഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ വിശ്രമിക്കുന്ന സമയം, അങ്ങനെ ഈ വൈക്കാട്ടിൽ ശങ്കരൻ്റെ ഭവനം കടലിൻ്റെ അടുത്താണ്, കടലോര പ്രദേശമാണ്, തൊട്ട് പുറകിൽ കടലാണ്. ശങ്കരൻ്റെ വീടിൻ്റെ നേരെ പുറകിൽ കടലാണ്. ഈ നമ്മളിപ്പോഴും പോയാൽ കാണാൻ കേട്ടോ, ആ കടലും അതിനകത്ത് കുറേ തെങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വാടാനപ്പള്ളി, എല്ലാവരും പോയി കാണണം കേട്ടോ. അവിടെ ഇപ്പോഴും ബാലഗോപാൽ, വൈക്കാട്ടിൽ ശങ്കരൻ്റെ 2 തലമുറ മാറിയിട്ടുള്ള ചെറുമകൻ ഇപ്പോഴും അവിടെയുണ്ട്. അവർ കൃത്യമായിട്ട് പൂജയും കാര്യങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് അവിടെ കഴിയുന്നുണ്ട്. ഇപ്പോഴും ചെന്നാൽ നമുക്ക് വൈക്കാട്ടിൽ ശങ്കരൻ്റെ ചെറുമകൻ്റെ വായിൽ നിന്ന് തന്നെ ഈ ചരിത്രം കേൾക്കാം. നമ്മൾ പോവില്ല, പോമോ? ഇല്ല, നമ്മൾ പോവില്ല. നമ്മളിവിടെ തൊട്ടടുത്തുള്ള എങ്കും പോയില്ല, പിന്നല്ലേ നമ്മൾ വയക്കാട്ടിൽ അവിടെ തൃശ്ശൂർ. നല്ല കാര്യമായി, നമ്മൾ പോകണം, നമ്മളിതൊക്കെ കാണണം. ഗുരുവിൻ്റെ അനുഗ്രഹം അളവറ്റ് കിട്ടിയ ഒരു തറവാടാണത്. കടൽ കയറി വയക്കാട്ടിൽ ശങ്കരൻ്റെ പറമ്പിൻ്റെ പകുതി മുഴുവനും കടലെടുത്തുകൊണ്ട് പോയി. ആ അവസ്ഥയിലാണ് ശങ്കരൻ വിഷമിച്ച് നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. പ്രകൃതിയാണ്, പ്രകൃതി പിടിച്ചു ചുഴറ്റിടം പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്നാണല്ലോ. അങ്ങനെ ശങ്കരൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ശങ്കരൻ ഒന്നറിയാം, ശ്രീനാരായണ ഗുരു എന്നൊരാളുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, കണ്ടിട്ടൊന്നുമില്ല. ഗുരുവിനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവില്ല. ശങ്കരൻ എങ്ങനെയോ അറിഞ്ഞു, തൃശ്ശൂർ നമ്മുടെ കൂർക്കഞ്ചേരിയിൽ ശ്രീനാരായണ ഗുരു ഉണ്ട്, ഒന്ന് പോയി കണ്ടാൽ എന്നാന്ന് ശങ്കരൻ്റെ മനസ്സിലൊരു തോന്നൽ. നമുക്കും അങ്ങനെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. മുമ്പേ അമ്മ പറഞ്ഞ പോലെ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കും ചില തോന്നലുകൾ തോന്നും, അങ്ങനെ ചെയ്താൽ എന്നാ, അങ്ങനെയൊക്കെ തോന്നാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വൈക്കാട്ടിൽ ശങ്കരനും അങ്ങനെ ഒരു തോന്നലുണ്ടായി. ശങ്കരൻ്റെ ഭാര്യയെ വിളിച്ച്, എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ, നമ്മൾ ഭാര്യയോട് പറയുമല്ലോ, എടി ഞാൻ അവിടെ വരെ ഒന്ന് പോവാം എന്ന്, ഗുരുവിനെ ഒന്ന് കാണാൻ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രകൃതിയുടെ കാര്യമല്ലേ, ഗുരുവിന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ഭാര്യ ശങ്കരൻ്റെ അടുക്ക് ചോദിക്കുന്നുണ്ട്. അല്ലടി, എനിക്ക് വിശ്വാസമുണ്ട്, ഗുരു എന്തെങ്കിലും അതിനൊരു മാർഗം കാണും, ഞാൻ എന്തായാലും പോവാ എന്ന് പറഞ്ഞ് വള്ളത്തേൽ കയറി. ഒരു സൈഡിൽ കടലാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കായലാണ്. കായലിലൂടെ നേരെ തൃശ്ശൂരിലേക്ക് ശങ്കരൻ ചെല്ലുന്നു. അപ്പോൾ ഗുരു അവിടെ വിശ്രമിക്കുന്നു. ഗുരുവിൻ്റെ ചുറ്റും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗുരു വിളിച്ചു. ശങ്കരൻ വന്ന് മുന്നിൽ നിന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാനെ, ഇതുപോലെ പോവാ സ്വാമി, എല്ലാം പോവും, എൻ്റെ പറമ്പിൻ്റെ പകുതി മുക്കാലും പോയി, ഇനിയും സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീട് കൂടി പോകാതിരിക്കുകയുള്ളൂ, അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാമി തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രകൃതിയോട് ഞാൻ എന്ത് ചെയ്യാനാണ് ശങ്കര? ഭാര്യ ചോദിച്ച ചോദ്യം ഗുരു ഇവിടെ ശങ്കരൻ്റെ അടുക്ക ചോദിക്കുക, അതും പേരുകൂടി വിളിച്ചുകൊണ്ട്. ആരും വന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല. ഗുരു അങ്ങോട്ട് ചോദിക്കുവാണ്, പ്രകൃതിയുടെ കാര്യമല്ലേ ശങ്കര, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ശങ്കരൻ തിരിച്ചു പറഞ്ഞു, അങ്ങയ്ക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ, അങ്ങയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഗുരു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം പലയിടത്തും ഗുരു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് നമ്മെ അത്ര വിശ്വാസമോ? ഗുരു ചോദിക്കുന്ന. അപ്പോൾ ശങ്കരൻ പറഞ്ഞു, വിശ്വാസം, പരിപൂർണ വിശ്വാസമാണ് സ്വാമി.
സ്വാമി അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഭവനം തിരികെ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ ശങ്കരൻ പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഈ സെയിം സംസാരം വരദൂർ കാണി കുഞ്ഞിക്കണ്ണൻ്റെ അടുക്കലും ഗുരു പറയുന്നുണ്ട് വേറൊരു സന്ദർഭത്തിൽ, അല്ലേ? ഈശ്വര കാര്യാർത്ഥം സഞ്ചരിക്കുന്നവനെ ഈശ്വരൻ രക്ഷിക്കാതിരിക്കില്ല എന്നൊരു സന്ദർഭം കൂടി, അങ്ങനെയും ഉണ്ടൊരു സന്ദർഭം. സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് അതും കൂടെ പറയാം. അങ്ങനെ ശങ്കരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധാനന്ദ സ്വാമിയോട് ശങ്കരൻ്റെ ഒപ്പം അവിടെ യാത്രയായി അവിടെ പോയി കടലിൻ്റെ അവിടെ കിടന്നോളാൻ പറയുന്നുണ്ട്. ഗുരു ബോധാനന്ദ സ്വാമിയോട് കടലിൻ്റെ അവിടെ പോയി കിടക്കാൻ പറയുമ്പോൾ ബോധാനന്ദ സ്വാമി ശങ്കരൻ്റെ ഒപ്പം ആ വയക്കാട്ടിൽ ഭവനത്തിൽ ചെന്നു. കടൽ തിരയടിക്കുന്ന അവിടെ വന്ന് കിടക്കുന്നു ഒരു ദിവസം മുഴുവൻ. അതിനുശേഷം ഒരൊറ്റ തിര പോലും ഒരു പടിയും കൂടെ മുന്നോട്ട് വരാത്ത അവസ്ഥ അവിടെ ഉണ്ടായി. പുറകിലോട്ട് ഇറങ്ങി പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. അങ്ങനെ കടൽ ശാന്തമായി. പിറ്റേ ദിവസം ശ്രീനാരായണ ഗുരുദേവൻ അവിടെ വരുന്നു. ഇന്ന് നമ്മളുടെ ശിഷ്യന്മാരോടോ അല്ലെ നമ്മുടെ മക്കളുടെ അടുക്കലോ എടാ നീ അവിടെ പോയി കിടക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? സ്വാമി വേറെ പണിയല്ലോ, പോയി നോക്ക്, സ്വാമി എന്ന് കിടന്നാൽ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ പറയും, ഇല്ലേ? ബോധാനന്ദൻ ഒരക്ഷരം മിണ്ടാതെ ശ്രീനാരായണ ഗുരുദേവന്റെ ആജ്ഞ, അത് എന്തുകൊണ്ടായിരിക്കും? ഗുരു ആരെന്ന് ബോധാനന്ദ സ്വാമിക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടല്ലേ ബോധാനന്ദം പൊക്കോളാൻ പറഞ്ഞപ്പോൾ ബോധാനന്ദം പോയി അവിടെ പോയി കിടന്നത്. ഇല്ലാത്ത ഒരാൾ കിടക്കൂ? ഒരിക്കലും ഇല്ല, കിടക്കത്തില്ല. അങ്ങനെയുള്ള ബോധാനന്ദ സ്വാമിയാണ് പിന്നീട് നമ്മളുടെ കളവങ്കോടത്ത് നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് പറയും അവിടെ കണ്ണാടി പ്രതിഷ്ഠിച്ച നമ്മുടെ കളവങ്കോട്, അല്ലേ? ശരിക്കും അവിടെ കണ്ണാടിയൊന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല. കണ്ണാടിയുടെ പുറകിലത്തെ പ്രിസം ചുരണ്ടി ഓം എന്നെഴുതാൻ പറഞ്ഞു. പക്ഷെ അവരെഴുതിയപ്പോൾ അത് ഒമ്മായിപ്പോയി. ഇതിനും ഇവിടെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓം അവിടെ പ്രതിഷ്ഠിച്ചു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ, ഇല്ലേ? അതാണ് അവിടെ പ്രതിഷ്ഠ. അവിടെ കളവുംകോടം കണ്ണാടീശ്വരം എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, അർദ്ധനാരീശ്വരം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണാടി ഒരു പ്രതലം മാത്രമാണ്. അങ്ങനെ ആ പ്രതിഷ്ഠ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അവിടുത്തെ ഭക്തജനങ്ങൾ വന്ന് ഗുരുവിൻ്റെ അടുക്കെ ഇതുപോലെ മണ്ണന്തലയിലൊക്കെ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ട് കൃതികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. കോലത്ത് വരെ കൃതികൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃതികളൊക്കെ എഴുതിയ ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്കും കൂടി ഭജിക്കാൻ വേണ്ടി ഒരു കൃതി എഴുതി തരണം. ആവശ്യവുമായിട്ട് ഭക്തജനങ്ങൾ ഗുരുവിൻ്റെ അടുക്കിലെത്തി. അപ്പോൾ ബോധാനന്ദ സ്വാമി അടുത്തുണ്ട്. ബോധാനന്ദ സ്വാമിയാണ് അവിടെ ഗുരുദേവൻ ഈ ഓംകാര പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിക്കുന്നത് ബോധാനന്ദ സ്വാമിയാണ് കളവങ്കോടത്ത്. അപ്പം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ സന്ദർഭം. അവർ വന്നിട്ട് ഭക്തരായിട്ടുള്ള ആളുകൾ വന്നിട്ട് പ്രാർത്ഥന എഴുതി തരാൻ പറയുന്നു. അപ്പം ശ്രീനാരായണ ഗുരുദേവൻ ബോധാനന്ദ സ്വാമീനെ നോക്കിയിട്ട് ബോധാനന്ദ ഒരു പ്രാർത്ഥന എഴുതി കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ബോധാനന്ദ സ്വാമി അപ്പം തന്നെ ഒരു പ്രാർത്ഥന അവർക്ക് എഴുതി കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമ്മളൊക്കെ ചൊല്ലാറുണ്ട്, എനിക്കറിയില്ല ചൊല്ലാറുണ്ടോ എന്ന്. ചൊല്ലാറുണ്ട് ഈശ്വര പ്രാർത്ഥന, ഇല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബ യൂണിറ്റുകളിലൊക്കെ അമ്മമാരൊക്കെ അത് ചൊല്ലാൻ സാധ്യതയുള്ള ഒരു കൃതിയാണ്, അല്ലേ? ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ, അല്ലേ? ചൊല്ലാറുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ലൈനിൽ എഴുതുന്നു, മാനത്തും ഊഴിയിലും ആഴിയിലും പ്രകാശമാനസ്വരൂപമൊടുകൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണനില പൂണ്ടരുളും വിഭോ നിൻ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ എന്ന് ബോധാനന്ദ സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നേ, നമ്മൾ പഠിക്കില്ല, അതാണ് പ്രശ്നം, അല്ലേ? അതിനകത്ത് തന്നെ വീണ്ടും പറയുന്നു, കൈവല്യമായ വഴി കാട്ടി വിശിഷ്ട ഭക്തി കൈവന്നിവന് പൊരുളാൽ ഇരുരാഗ നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച്, സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവര്യനെ വരിച്ചെന്നല്ല പറഞ്ഞത്, SNDP-കാരനായ ഗുരുവര്യനെ വരിച്ചെന്നല്ല പറഞ്ഞത്, ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ചെന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? വൈവശ്യമാകെ അകലാൻ ഇടയാകണമേ എന്ന് ബോധാനന്ദ സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇതും കഴിഞ്ഞിട്ട് നമുക്ക് നന്നാവാൻ വേണ്ടി അതിനകത്ത് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്നത്? എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ. മമ വൈരി നന്നാവാനൊന്നും അല്ല പറയുന്നേ, ആണോ? അല്ല, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നേ. മമ വൈരി നന്നാവാനൊന്നും അല്ല ബോധാനന്ദ സ്വാമി പറയുന്നത്. എന്നാൽ ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാളും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരി ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ്. എൻ്റെ മനസ്സാണ് നന്നാവേണ്ടത്,
മമവൈരിയൊന്നുമല്ല ഒന്നാവേണ്ടത്. എൻ്റെ മനസ്സ് മമവൈരി ജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗത്സ്വരൂപ എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ച ബോധാനന്ദ സ്വാമി. ആ ബോധാനന്ദ സ്വാമി ഗുരു അടുത്തിരിക്കുന്നു, കൃതി എഴുതുന്നു, അങ്ങോട്ട് നോക്കി പറയുന്നു, നിത്യം ശിവലിംഗദാസ്വാമിയുടെ കൂടെ ഒന്നിച്ച് താമസിച്ച് പറഞ്ഞ 4 വർഷം പെരിങ്ങോട്ട് വരൽ സന്യാസിയാവുന്നതിന് മുമ്പ് താമസിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഇവരെല്ലാം ഒന്നിച്ചാണ്. ശിവലിംഗദാസ്വാമി മുമ്പേ നമുക്ക് പറഞ്ഞു തന്നു, ഓം നമഃശിവായ എന്ന് പറഞ്ഞു തന്നു. ആ ശിവലിംഗദാസ്വാമിയുടെ ഒപ്പം, ഗുരുവിനൊപ്പം ഈ പറഞ്ഞ 16 വർഷത്തോളം, 1912 എന്ന് കൂട്ടുമ്പോൾ 28 ആകുമ്പോൾ 16 വർഷത്തോളം ഗുരുവിനൊപ്പം താമസിക്കുവാൻ, ഗുരുവിനൊപ്പം എല്ലാ കാര്യങ്ങളും ഗുരുവിന്റെ അനന്തരഗാമിയാകുവാൻ ഭാഗ്യം ലഭിച്ച വേറെ ആരും ഗുരു സമാധിക്ക് ശേഷം എല്ലാവരും കൂടെ നറുക്കിട്ടെടുത്തൊന്നുമല്ല. ഗുരു ജീവിച്ചിരുന്നപ്പോൾ 1926 ആറ്റിങ്ങൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഗുരു തന്നെ വിൽപത്രം എഴുതി വെച്ചാണ് ബോധാനന്ദ സ്വാമിക്ക് നമ്മളുടെ അനന്തരഗാമിയായിട്ട് നമ്മളുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ബോധാനന്ദനിലൂടെ നമ്മുടെ പരമ്പര മുമ്പോട്ട് പോകുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചിട്ടുള്ള ആളാണ് ബോധാനന്ദ സ്വാമി. ബോധാനന്ദ സ്വാമി പറയുന്നു, നിത്യം ശിവന്റെ തിരുനാമമുരപ്പവന് സത്യം പുനർജനനമില്ലിത് നിർവിവാദം, മുക്തിക്ക് മറ്റു വഴി എന്തിനു തേടിടുന്നു, ഭക്ത്യാഭജിക്ക കരുണത്രയ ശുദ്ധിപൂർവം എന്ന് നമുക്ക് പറഞ്ഞു തന്ന ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് ബോധാനന്ദ സ്വാമി പറഞ്ഞു തന്നു ഇല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ 2 പേരും സന്യാസി ശിഷ്യന്മാരാന്ന് പറയും. ഗുരുവും സന്യാസിയാണല്ലോ അല്ലേ, ജന്മനാ സന്യാസിയാണല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ പറയാം, ഗുരു വേണേ വല്ല കൈക്കൂലി കൊടുത്തിട്ട് പറയിപ്പിച്ചാണെന്ന് വേണേ പറയാം. ആയിക്കോട്ടെ, ഈ പറയുന്നവർക്ക് അതും പറയാമല്ലോ ഇല്ലേ, പറയാൻ പറ്റത്തില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ മെസ്സേജ് വായിച്ച ടൈപ്പ് ആൾക്കാർക്ക് വേണേ പറയാം, ഇല്ല ഈ പറഞ്ഞ ശിവലിംഗദാസ്വാമി പ്രഥമ ശിഷ്യനാണ്, കൈക്കൂലി കൊടുക്കാം. ബോധാനന്ദ സ്വാമി അനന്തരഗാമിയാണ്, കൈക്കൂലി കൊടുക്കാം എന്ന് പറയാം. ഇനി ഇവരല്ല, ഇവരിവിടെ. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. മഹാകവി കുമാരനാശാൻ അല്ലേ? നമ്മൾ പറയേണ്ട, നമ്മൾ അറിയേണ്ട 9ാം നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ അംഗങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ എല്ലാ ദിവസവും നമ്മളുടെ ഓർമ്മയിൽ വേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് മഹാകവി കുമാരനാശാൻ. എന്തുകൊണ്ടാണ് SNDP യോഗത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി അല്ലേ? കുമാരനാശാനെ നമ്മൾ പഠിക്കണം കേട്ടോ. ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്നത് പോലെ തന്നെ കുമാരനാശാനെ നമ്മൾ പഠിക്കണം. സമുദായത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട, നമുക്കിപ്പം അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. കൃത്യമായിട്ട് സമയത്ത് നമ്മൾ വന്നാൽ മാത്രം മതി. സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ആ സമയത്ത് ഇങ്ങോട്ട് വന്നൊന്ന് തല കാണിച്ചിട്ട് പോയാൽ മതി അല്ലേ? SNDP യോഗത്തിൻ്റെ 1903 പ്രാരംഭ നടപടികൾ തുടങ്ങുമ്പോൾ SNDP യോഗത്തിന് അംഗങ്ങൾ വളരെ വിരളമാണ്. ഇന്ന് ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള കേരളത്തിലെ തന്നെ അല്ലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് SNDP യോഗം ഇന്ന്. അന്നങ്ങനെയല്ല. 1903 ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രെയിനോ വാട്സപ്പോ, ഇന്നിപ്പം കുടുംബ യൂണിറ്റിൻ്റെ ഒരു മീറ്റിംഗ് വൈകിട്ട് 4 മണിക്ക് വെക്കണം. ഇന്ന് 4 മണിക്ക് സെക്രട്ടറിക്ക് ഇവിടെ ഇരുന്ന് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്തോട്ട് ഒറ്റ മെസ്സേജ്, വൈകിട്ട് 4 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അടിയന്തരമായിട്ട് എല്ലാവരും വരണം. എല്ലാവരും അവിടെ വരും. സെക്രട്ടറിക്ക് എങ്ങും പോകണ്ട, ഇവിടെ ഇരുന്ന് പ്രഭാഷണം കേൾക്കാം, കാര്യങ്ങളെല്ലാം നടക്കും. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരാളെ കാണണമെങ്കിൽ അവരുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അവരുള്ളിടത്ത് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അങ്ങനെ SNDP യോഗത്തിനെ ഇന്ന് കാണുന്ന മഹാപ്രസ്ഥാനമായിട്ട് കൊണ്ടുവരുവാൻ വളരെ അധികം കഷ്ടപ്പെട്ട വ്യക്തിത്വമാണ് മഹാകവി കുമാരനാശാൻ. നമ്മളാകെ കുമാരനാശാനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആൾ, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ഇങ്ങനെ 1, 2, 3 കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നും അല്ല കേട്ടോ. മഹാകവിയെക്കുറിച്ച് പഠിക്കുമ്പം മഹാകവി എനിക്ക് തോന്നുന്നു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ശാരദ ബുക്ക് ഡിപ്പോ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് പുസ്തകം പ്രിന്റ് ചെയ്യുന്ന അച്ചടിശാല ഉള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് ഓട് ഫാക്ടറി ആലുവയിൽ ചെങ്ങമനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വന്തമായിട്ട് ഓട് ഫാക്ടറി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പ്രാസംഗികനാണ്, നിയമസഭാംഗമാണ്, സാമാജികനാണ്. പല ഭാഷയിൽ, ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷയിലൊക്കെ നല്ല സുന്ദരമായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. പ്രാസംഗികനാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് കവിത, നമ്മൾ ആ ഒരു മേഖലയിലെ കുമാരനാശാനെ അറിയുള്ളൂ. കവിത, കുറേ കവിതകൾ എഴുതിയിട്ടുള്ള, നളിനിയും ലീലയും ചണ്ടാല വിശുകിയും ഒക്കെ എഴുതിയ മഹാകവി. ഇതൊന്നും അല്ല കേട്ടോ. മഹാകവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വളരെ അധികം പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മഹാകവി. അതൊക്കെ അവിടെ നിൽക്കട്ടെ.
1891 ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് മഹാകവി ആദ്യം കാണുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുമാരനാശാന്റെ വീട്ടിൽ വെച്ച്, തൊമ്മൻ വിളാകം വീട്ടിൽ വെച്ച് തന്നെയാണ് കാണുന്നത്. അതിനുശേഷം 1893 കോലത്തുകര ശിവപ്രതിഷ്ഠ നടക്കുന്നു. 1893 കോലത്തുകര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുന്നു. ഈ ശിവപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു സമസ്യാപൂരണം നടക്കുന്നുണ്ട്, അല്ലേ? ഗുരുവും കുമാരനാശാനും കൂടിയുള്ള ആദ്യ സമാഗമമായിട്ട് സമസ്യാപൂരണമാണ് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കോലത്തുകരെ ശിവനെ പ്രതിഷ്ഠിച്ച് വിശ്രമിക്കുന്ന വേളയിൽ അവിടെ എല്ലാവരും കൂടി നിന്നവരുടെ മുന്നിലേക്ക് ഒരു സമസ്യ ശ്രീനാരായണ ഗുരുദേവൻ അവതരിപ്പിക്കുന്നുണ്ട്. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരുതി എന്ന് പറഞ്ഞൊരു സമസ്യ. ഇത് പൂരണം ചെയ്യുവാൻ പറഞ്ഞപ്പോൾ കുമാരനാശാൻ പറയുന്നു, കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നൊരു ഓലപ്പടി എന്നെ അയക്കരുത് എന്ന് പറയുന്ന കുമാരനാശാന്റെ സമസ്യ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോലത്തുകര ക്ഷേത്രത്തിന്റെ മുമ്പിൽ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അന്ന് മുതലാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവന്റെ കൂടെ കൂടുന്നത്. പിന്നീട് കുമാരനാശാന്റെ പല്ലനയാറ്റിൽ അലിഞ്ഞു ചേരുന്ന കുമാരനാശാൻ പല്ലനയാറ്റിൽ ബോട്ടപകടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, 1924 ഏതാണ്ട് ഈ 93 മുതൽ 24 വരെ ഏതാണ്ട് 31 വർഷത്തോളം കാലം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ചൂട് ഏറ്റ്, അല്ലേ? കുമാരനാശാൻ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാനെന്ന വെള്ളത്തുള്ളി ചെന്ന് പതിച്ചത് താമര ഇതളാവുന്ന നാരായണ ഗുരുദേവന്റെ താമര ഇതളിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രശോഭിക്കാൻ എനിക്ക് കഴിഞ്ഞതെന്ന് കുമാരനാശാൻ പറയുന്ന രീതിയിലേക്ക് കുമാരനാശാനെ മാറ്റിയതിൽ ശ്രീനാരായണ ഗുരുദേവന് വലിയ റോളുണ്ട്. അതുകൊണ്ടാണ് ഗുരുപാദ ദശകത്തിൽ കുമാരനാശാൻ പറയുന്നത്, മാതാവെ പോൽ മനസ്സിൽ കരുണ, അല്ലേ? ഒരു അമ്മയുടെ കരുണ എങ്ങനെയാണോ അതുപോലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എൻ്റെ ഇടയ്ക്ക് ഇടപെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഗുരുപാദ ദശകം, ഇല്ലേ? ജനകനെ പോലെ ക്ഷേമചിന്ത, അത് കുമാരനാശാനെ പറയാൻ പറ്റൂ. കാര്യം 1893 ഗുരുവിനൊപ്പം കൂടിയ കുമാരനാശാനെ 1895 ബാംഗ്ലൂരിൽ വിട്ട്, നമുക്ക് ബാംഗ്ലൂർ എളുപ്പമാണ്, ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ കാനഡയിലൊക്കെ വിടുന്ന കാര്യം പറഞ്ഞ പോലെയാണ് അന്നത്തെ കാലത്ത് ബാംഗ്ലൂരിൽ പോകാന്ന് പറയുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ അടുക്കൽ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് കൊണ്ടുവിടുവാണ്. ഡോക്ടർ പൽപ്പുവിനെ കൊണ്ട് ഏൽപ്പിക്കുവാണ് കുമാരനാശാനെ ഇംഗ്ലീഷും സംസ്കൃതവും പഠിക്കുവാൻ. ആലോചിച്ച് 1895 ഏതാണ്ട് 130-135 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവനെ കുമാരനാശാനെ കൊണ്ട് ബാംഗ്ലൂരിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അവിടുന്ന് ഒരു 97-98 ആകുമ്പം ഇപ്പം നമുക്ക് കൊറോണയൊക്കെ വന്ന പോലെ അവിടെ പ്ലേഗ് ബാധിച്ച് ലോക്ക്ഡൗൺ ആയിട്ട് മൊത്തം പഠിത്തമൊക്കെ മുടങ്ങി. അങ്ങനെ നിന്നിട്ട് വീണ്ടും തിരിച്ച് കുമാരനാശാൻ വരുന്നു. ആ കുമാരനാശാനെ വീണ്ടും കൊൽക്കട്ടയിൽ അയച്ച് വീണ്ടും സംസ്കൃതത്തിൻ്റെ ഹയർ സ്റ്റഡിക്ക് വേണ്ടി അയക്കുന്നുണ്ട്. 1900 തിരിച്ച് കുമാരനാശാൻ നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട്. 5 വർഷത്തെ പഠനത്തിന് ശേഷം കുമാരനാശാൻ തിരികെ 1900 നാട്ടിൽ തിരികെ എത്തുന്നു. ആ കുമാരനാശാനെ 1903 SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനം കൊടുക്കുന്നു. 1905 ശാരദാ മഠത്തിൻ്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. 1906 കുമാരനാശാന് കൊടുക്കുന്ന ചുമതലകൾ ഓർത്തോണം. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ ഒരു ശാഖയോഗത്തിൻ്റെ സെക്രട്ടറിയെ പിടിച്ചിട്ട് അടുത്തൊരു സ്ഥാനം കൊടുക്കുമ്പോൾ പറയും, ശാഖയോഗത്തിൻ്റെ സെക്രട്ടറി പറയും, എൻ്റെ പൊന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതെല്ലാം കൂടെ ചെയ്യാൻ എന്നാ പറയുന്നത്, അല്ലേ? ഇന്നത്തെ കാലത്ത്. പക്ഷെ അന്ന് 1903 SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, 1905 ശാരദാമഠ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, 1906 തലശ്ശേരിയിലോട്ട് അയക്കുന്നുണ്ട്. ജ്ഞാനോദയ യോഗം, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ജ്ഞാനോദയ യോഗം. ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ആ മേഖലയിലുള്ള ഒരുപാട് മഠങ്ങൾ ചേരുന്ന ജ്ഞാനോദയ യോഗം, ഇഷ്ടം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇഷ്ടം പോലെ എന്താ പറയുക, കോടികളുടെ ആസ്തിയുള്ള വലിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അവിടെ കെട്ടിപ്പൊക്കുവാൻ തലശ്ശേരിയുടെ ഓരോ ഗ്രാമങ്ങളിലും നടന്ന് പ്രഭാഷണം നടത്തുവാൻ, പ്രസംഗങ്ങൾ നടത്തുവാൻ കുമാരനാശാനെ പറഞ്ഞയക്കുന്നുണ്ട്. 1907 മുതൽ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമാണ് കുമാരനാശാൻ. പിന്നെ അങ്ങോട്ട് എല്ലാ വർഷങ്ങളിലും വാർഷിക പൊതുയോഗങ്ങൾ SNDP യോഗത്തിൻ്റെ, ഒന്ന് തിരുവനന്തപുരത്ത് അരിവുപുറത്ത് വെച്ചാണെങ്കിൽ 2 കൊല്ലത്ത് വെച്ച്, 3 കണ്ണൂർ വെച്ച്, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് SNDP യോഗത്തിൻ്റെ വാർഷിക പൊതുയോഗങ്ങൾ. അങ്ങനെ ഇതിനിടയ്ക്ക് കവിത എഴുതുന്നു. ഇതാണ് കുമാരനാശാൻ. നമ്മൾ ചിന്തിച്ച്
ആളോട്ടടാ ഓട്ടമാണ്. അങ്ങനെയായിരുന്നു കുമാരനാശാൻ. ആ കുമാരനാശാൻ ഈ പറയുന്ന ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് അരുവിപ്പുറത്ത് താമസിക്കുന്ന സമയത്ത് ഒരു സുബ്രഹ്മണ്യനെ കുറിച്ചിട്ട് ഒരു ഭക്തവിലാപം എന്ന് പറയുന്ന ഒരു കൃതി എഴുതുന്നുണ്ട്. ഭക്തവിലാപം കേട്ടിട്ടുണ്ടാവൂ? എവിടെ നിന്ന്? ഭക്തവിലാപം എന്ന് പറയുന്ന ഒരു കൃതി സുബ്രഹ്മണ്യനെ കുറിച്ച് എഴുതുന്നുണ്ട്. ഏതാണ്ട് 64 ശ്ലോകങ്ങളാണ് അതിനകത്തുള്ളത്. അതിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൽ കുമാരനാശാൻ പറയുന്നു, അണകവിയും നഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന ആരാ? നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ എന്ന് സുബ്രഹ്മണ്യനെ കുറിച്ചാണ് കേട്ടോ ഭക്തവിലാപം. അതിൻ്റെ 1-ാമത്തെ ശ്ലോകമാണ്, അണകവിയും നഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ച് കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ എന്ന് കുമാരനാശാന് പറയാൻ കഴിഞ്ഞു. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു സുബ്രഹ്മണ്യ ശതകവും കൂടി എഴുതി. 100 ശ്ലോകങ്ങൾ, ആത്മോപദേശ ശതകം പോലെ 100 ശ്ലോകങ്ങളുള്ള സുബ്രഹ്മണ്യ ശതകം എഴുതി. അതിൻ്റെയും 1-ാമത്തെ സ്റ്റാൻസിനകത്ത് കുമാരനാശാൻ പറയുന്നതും ഈ സെയിം ശ്ലോകം തന്നെയാണ്. 1-ാമത്തെ, നിങ്ങൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചോളൂ, പക്ഷേ നാരായണ ഗുരുനായകനാണ് എൻ്റെ ദൈവമെന്ന് പറയാൻ. അത് കുമാരനാശാന്റെ വേറൊരു പ്രത്യേകത കേട്ടോ. കുമാരനാശാൻ എവിടെ ശ്രീനാരായണ ഗുരുദേവനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പേരും കൂടി ചേർത്തിട്ടേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അങ്ങും ഇങ്ങും തൊടാതുള്ള പറച്ചിലൊന്നുമില്ല കുമാരനാശാൻ. അന്നും അങ്ങനെയാ, കൃത്യമാണ്. ഇന്നും നമുക്ക് ഇപ്പം ഞാൻ ചോദിച്ചപ്പം എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ വയ്യ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്ന് ചോദിച്ചപ്പോൾ പലരും മിണ്ടായിരിക്കുക അല്ലേ. പക്ഷെ അന്ന് കുമാരനാശാൻ കൃത്യമായിട്ട്, കുമാരനാശാനാണ്, സാധാരണക്കാരല്ല, കുമാരനാശാൻ കൃത്യമായിട്ട് പറയുന്നു, എഴുതി തരുന്നു ഇല്ലേ. ഓർത്തേ, അണകവിയുന്ന അഴലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ കൈപിടിച്ച് നടക്കുന്ന നാരായണ ഗുരുവാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു തന്നില്ലേ ഇല്ലേ. കുമാരനാശൻ തന്നെ പിന്നീട് പറയുന്നില്ലേ നമ്മളുടെ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിനകത്ത്, നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം അല്ലേ. സാമൂഹിക പരിഷ്കർത്താവെന്നാണോ പറഞ്ഞത്? ആണോ? നമ്മൾ തിരിച്ചറിയണം, അറിഞ്ഞേ മതിയാവുള്ളൂ. സാമൂഹിക പരിഷ്കർത്താവെന്നല്ല പറഞ്ഞത്, SNDPയുടെ പ്രസിഡന്റ് എന്നല്ല പറഞ്ഞത്. ശ്രീനാരായണ ഗുരുദേവനാണല്ലോ SNDPയുടെ പ്രസിഡന്റ് ആദ്യത്തെ അല്ലേ. നമ്മളങ്ങനെ പഠിച്ചിട്ടില്ലേ? ആജീവനാന്ത പ്രസിഡന്റ്, ഗുരു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുദേവനാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ കാലയളവിലാണ് ഇത് പറയുന്നത്. സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ട് എഴുതുന്നത് 1054ാമത് ജന്മദിനത്തിനാണ്. ശ്രീനാരായണ 1910 മറ്റോ ആണ്. 1910 ആയപ്പം SNDP യോഗം സ്ഥാപിച്ചിട്ട് 7 വർഷമായി. SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആണെന്നല്ല പറഞ്ഞത്. നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്നാ ചോദിച്ചത് അല്ലേ. ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ കുലത്തിന്, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ എന്നും ചോദിച്ചില്ലേ. ഇത് നമ്മളോടാണ് ചോദിക്കുന്നത്. നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളിതൊക്കെ കേൾക്കണം, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇനിയും കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോൾ ശാങ്കര ശതകം എന്ന് പറഞ്ഞ് ശിവനെ സ്തുതിച്ചുകൊണ്ട് ഒരു കൃതി എഴുതി. അത് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ശിവനെ സ്തുതിച്ച്, അതും 100 ശ്ലോകങ്ങളാണ്. കുമാരനാശാന്റെ സ്തോത്രകൃതികളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികളുടെ പുസ്തകങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം അതിനകത്തുണ്ട്. നമ്മളിതൊന്നും ചൊല്ലില്ല. നമ്മളാകെ, എനിക്ക് തോന്നുന്നു ആകെ കുമാരനാശാന്റെ 2-3 ഒന്ന് ദീപാർപ്പണം. നമുക്കെല്ലാവർക്കും ഈ വിളക്ക് കത്തിക്കുമ്പോൾ സാധനം വേണം, അതുകൊണ്ട് ദീപാർപ്പണം നമ്മൾ ചൊല്ലാറുണ്ട്. അതും ശരിക്കാണോ ചൊല്ലുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്, പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ഈ പറഞ്ഞ പോലെ നാരായണമൂർത്തി പേര് പോലും നമ്മൾ ചില വേദിയിലൊക്കെ ചെന്നിട്ട് നാരായണമൂർത്തി ഈ ഗുരുസ്തവം എന്നൊക്കെ പറഞ്ഞാൽ അതെ അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കളയും. നാരായണമൂർത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചൊല്ലും. അങ്ങനെ ഗുരുസ്തവം. ഇനി അടുത്തതോ ഗുരുപാദശവും. ഇച്ചിരി കട്ടിയാ, എന്നാലും കുറേ ആൾക്കാരൊക്കെ ചൊല്ലും. അമ്മമാരൊക്കെ, പഴയ അമ്മമാരൊക്കെ കുറേയൊക്കെ ചൊല്ലും ഗുരുപാദശകം. 4മതൊരു സാധനം നമുക്ക് അറിയത്തില്ല, നമ്മൾ ചെല്ലത്തുമില്ല അല്ലേ. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ പഠിക്കണം. ഞാനത് ആദ്യം തൊട്ട് പറയുന്നത്, നമ്മൾ ഗുരുവിനെ പഠിക്കാൻ തയ്യാറാവണം. ഗുരുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു തന്ന അവരുടെ കൃതികളൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. നമ്മൾ പഠിക്കാതെ നമ്മൾ കുറച്ച് നമ്മളെന്താ പറയുന്നത്, നമ്മളിപ്പം നമ്മളെ യൂണിറ്റിക്കൊക്കെ പറയുന്നത് മഞ്ഞസാരിയൊക്കെ കൊടുത്ത്, ഇപ്പം അതൊക്കെ മാറി കേട്ടോ, എല്ലാവരും സെറ്റലോട്ടൊക്കെ മാറി. എങ്കിലും മഞ്ഞസാരിയൊക്കെ കൊടുത്ത്
എല്ലാവരും കൃത്യമായിട്ട് ഘോഷയാത്രയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം നമ്മൾ ഗുരുവിനെ അറിയില്ല. നമ്മൾ ഗുരുവിനെ പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ പറഞ്ഞു വന്നത് ഈ ശങ്കരശതകത്തിൻ്റെ 1-ാമത്തെ ശ്ലോകം, ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള 99 ശ്ലോകങ്ങൾ എഴുതിയിട്ട് അവസാനത്തേതല്ല, 1-ാമത്തെ ശ്ലോകത്തിൽ കുമാരനാശാൻ വീണ്ടും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. ഭാവനീയ ഭഗവാൻ ഭവാംബുദൗ നാവികൻ നിപുണ നാണു നാമകൻ ഭാവി ഭവ്യ ഭയനാശ മൂലമൻ ജീവദേശികൻ എനിക്ക് സാമൂഹ്യ പരിഷ്കർത്താവാണോ? അല്ല, ദൈവമേന്ന് തന്നെയാണ് പറയുന്നത്. ദൈവമേന്ന് തന്നെ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഇത് വീണ്ടും എടുത്തു പറയുന്നത്. ഇനിയും ഗുരുസ്തവം നമ്മളെല്ലാവരും ചൊല്ലുന്നല്ലേ, ആരായുകിൽ അന്ധത്വമൊഴിച്ചാദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ. എന്തുവാ പറയുന്നത്? സാമൂഹ്യ പരിഷ്കർത്താവെന്നാണോ? ഞാനിത് പിന്നെയും പറയുന്നത് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ അങ്ങനെ പറയുന്നതാണ്. സാമൂഹിക പരിഷ്കർത്താവെന്നല്ല പറയുന്നത്, SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ സമുദായ ഉദ്ധാരകൻ എന്നൊന്നുമല്ല പറയുന്നത്, അല്ലേ കവിത എഴുതുന്ന ആളെ കവി എന്നല്ല പറയുന്നത്, ഡോക്ടർ എന്നല്ല പറയുന്നത്, അല്ല പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നു. നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നതല്ലേ, ആരായുകിൽ അന്ധത്വമൊഴിച്ചാദിമഹസിന് നേരായ വഴി കാട്ടിത്തരുന്ന ഗുരുവാണ് പരദൈവം എന്ന് പറയുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട്, അവിടെ കൊണ്ട് നിർത്തിയില്ല, പിന്നെയും പറയുന്നുണ്ട്, ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് ആരാ ഞങ്ങൾക്ക് അവിടുന്നാം നാരായണമൂർത്തേ. അല്ലേ, അവിടെയും വേറെ ആരുടെയും പേരൊന്നും പറഞ്ഞില്ല, ഭഗവാനെ എന്നൊന്നും അല്ല പറഞ്ഞത്, നാരായണമൂർത്തി എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു വേറെ വല്ല ദൈവത്തിനെ പറഞ്ഞതാണെന്ന്. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന കക്ഷികളാണ്. അറ്റം ഒന്ന് കിട്ടിയാൽ മതി, നമ്മൾ പറഞ്ഞോളെ. അവിടെയും പറയുന്നത് കൃത്യമാണ്, നാരായണമൂർത്തേ, ഗുരുനാരായണമൂർത്തി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ? ഇല്ലേ? കുമാരനാശാൻ പറഞ്ഞു വന്നു. ഇനിയും കുമാരനാശാനും പോട്ടെ, കുമാരനാശാനും ഗുരുവിൻ്റെ കൂടെ നടന്ന ആളാണെന്ന് പറയാം. നമുക്കിനി അതിനെ അങ്ങനെ കാണാം. ഇനി അടുത്തത് സഹോദരൻ അയ്യപ്പനുണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ടോ സഹോദരൻ അയ്യപ്പൻ? സഹോദരൻ കെ അയ്യപ്പൻ, അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തുവാ? നിരീശ്വരവാദിയാണ്, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ കേട്ടിട്ടുള്ളത്, അല്ലേ? സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്? സഹോദരൻ അയ്യപ്പൻ നിരീശ്വരവാദിയാണ്. പിന്നെ വേറെ എന്തൊക്കെയാ? യുക്തിവാദിയാണ് എന്നൊക്കെ എഴുതിയ. ഗുരു ദൈവദശകം എഴുതിയപ്പോൾ അതിന് പകരമായിട്ട് സയൻസ് ദശകം എഴുതിയ കക്ഷിയാണ്. ഗുരു ദൈവദശകം എഴുതി, അതിന് നേരെ വിരുദ്ധമായിട്ട് സയൻസ് ദശകം എഴുതി. അപ്പോൾ ഗുരുവിൻ്റെ അടുക്കെ ചെന്നു. നമ്മളിപ്പോഴും ഉണ്ടല്ലോ പരാതിയുമായിട്ട് ചെല്ലുന്നേ, ഗുരു നമ്മളുടെ ദൈവദശകത്തിന് പകരമായിട്ട് സഹോദരൻ സയൻസ് ദശകം എഴുതിയിരിക്കുന്നു, എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അവിടെയും ഒരു കമൻറ്റ് പറയുന്നുണ്ട് സഹോദരനെ കുറിച്ച്, അല്ലേ? സഹോദരൻ്റെ പ്രവൃത്തിയിലാണ് ഈശ്വരനുള്ളത് എന്ന് പറഞ്ഞ് സഹോദരനോട് പറഞ്ഞ, അല്ലെങ്കിൽ ആ വന്ന ആളുകളോട് പറഞ്ഞ ഗുരുവാണ് ഗുരു, അല്ലേ? സയൻസ് ദശകം എഴുതി കഴിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞ ആളാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ ആ ആളെയൊന്നും പെട്ടെന്നൊന്നും തിരുത്താനൊന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ആ സഹോദരൻ അയ്യപ്പൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സകല യുക്തിവാദങ്ങളും മാറ്റിവെക്കാം, പക്ഷേ എൻ്റെ ഗുരുസ്വാമിയെ എനിക്ക് മാറ്റാൻ കഴിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ സഹോദരൻ അയ്യപ്പന് കഴിഞ്ഞു. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞാൽ നീ, ഞാൻ എൻ്റെ സകല യുക്തിവാദങ്ങളും മാറ്റിവെക്കാം, എനിക്കെൻ്റെ ഗുരുസ്വാമിയെ മാത്രം മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു. ആ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചപ്പോൾ ഒരു സമാധി ഗാനം എഴുതി, അല്ലേ? നമ്മൾ സമാധി ലാസ്റ്റ് പൂജയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാ ശാഖകളിലും ചെല്ലാറുള്ള ഒരു സമാധി ഗാനമാണ്, അല്ലേ? യേശുദാസൊക്കെ വളരെ മനോഹരമായിട്ട് പാടി നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സമാധി ഗാനമാണ്. സഹോദരൻ കെ അയ്യപ്പൻ എഴുതിയ ഈ പറഞ്ഞ നിരീശ്വരവാദിയായ യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ് സമാധി ഗാനം. എങ്ങനെയാ തുടങ്ങുന്നേ? ജര രുജ മൃതി ഭയമേഴ ശുദ്ധ യശോ നിർവാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമിൻ ദേവ. ബാക്കി
ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു എന്നാണ് സഹോദരൻ കെ അയ്യപ്പൻ പറഞ്ഞത്. അല്ലാതെ ഈ പറഞ്ഞ യുക്തിവാദിക്ക് ഇപ്പം ദൈവദശകത്തിന് പകരം സയൻസ് ദശകം എഴുതിയ കക്ഷി അല്ലേ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞ ആളാണ്. എങ്ങനെയാ പറഞ്ഞത്? ഗുരു മഹാസമാധി പ്രാപിച്ചപ്പോൾ സമാധി ഗാനം എഴുതിക്കൊണ്ട് എങ്ങനെയാ പറഞ്ഞത്? ആലോചിച്ച്. ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു എന്ന് പറഞ്ഞു ഇല്ലേ? പറഞ്ഞില്ലേ? ഇനി സഹോദരൻ അയ്യപ്പനും അവിടെ നിൽക്കട്ടെ. സഹോദരൻ അയ്യപ്പനും കേരളത്തിലുള്ള ആളാണ്. ഇനി എങ്ങനെയും കൈക്കൂലി കൊടുത്തെന്ന് വേണേൽ കരുതിക്കോട്ടെ. ഇനി വെളിയിൽ നിന്ന് വേറൊരു കക്ഷി ഇവിടെ നാട്ടിൽ വന്നു 1922. ആരായിരിക്കും? രവീന്ദ്രനാഥ ടാഗോർ. കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ ജനഗണമനയതിയൊക്കെ ചെല്ലുമ്പോൾ അത് എഴുതിയ ആളാണ് ഈ രവീന്ദ്രനാഥ ടാഗോർ അല്ലേ? ആള് ഈ നാട്ടുകാരനല്ല, കേരളക്കാരനൊന്നുമല്ല. അങ്ങ് കൊൽക്കത്തയിൽ നിന്ന്, ബംഗാളിൽ നിന്ന് വരുന്ന ആളാണ്. ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുവാൻ 1922 നവംബർ 22 ശിവഗിരി വൈദിക മഠത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഗുരുവുമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ശിവഗിരിയുടെ ഡയറിയിൽ സ്വന്തം കൈപ്പടയിൽ രവീന്ദ്രനാഥ ടാഗോർ ഒരു വാക്യം, ഒരു വരിയൊന്നുമല്ല, കുറച്ചുണ്ട്, എഴുതി വെച്ചേച്ചു പോയി. എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സന്ദർശിച്ചു വരികയാണ്. തമാശയൊന്നുമല്ല കേട്ടോ. രവീന്ദ്രനാഥ ടാഗോറിനെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വിദേശ രാജ്യങ്ങളടക്കം നിരവധി ഇടങ്ങളിൽ. ഇപ്പം ഈ 1922 എന്ന് പറയുമ്പോൾ 1913 നൊബേൽ സമ്മാനം കിട്ടുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്. 1913 ഏതാണ്ട് 9 വർഷത്തിന് ശേഷമാണ് ശിവഗിരിയിലെത്തുന്നത്. നൊബേൽ സമ്മാന ജേതാവായിട്ടാണ് വരുന്നത്. ആ രവീന്ദ്രനാഥ ടാഗോർ ഇന്നത്തെ കാലത്ത് Z+ കാറ്റഗറി സെക്യൂരിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? വലിയ ഗസ്റ്റിന് VVIP അതിൽ കഴിഞ്ഞും വലിയ ആളാണ്. നൊബേൽ സമ്മാനം, ഏഷ്യയിൽ ആദ്യമായിട്ട് നൊബേൽ സമ്മാനം നേടിയ ആളാണ്. ചെറിയ ആളൊന്നുമല്ല. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി എഴുതിയ ആള്. രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ വന്ന് ശിവഗിരി സന്ദർശനത്തിന് ശേഷം ശിവഗിരിയുടെ ഡയറിയിൽ കുറിച്ചിട്ടിട്ട് പോയതാണ്, ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു വരികയാണ്. അങ്ങനെ സഞ്ചരിച്ചു വരുന്ന വഴിയിൽ ധാരാളം സന്യാസിമാരെയും സിദ്ധന്മാരെയും മഹർഷിമാരെയും കാണുവാനുള്ള പരമഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ എഴുതി വെച്ച, പത്രക്കാർ എഴുതി വെച്ചല്ല, രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്. ശിവഗിരിയിൽ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ഇവിടെ തുറന്നു പറയട്ടെ. മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ, അവിടെ നിർത്തി, ഗുരുവിനേക്കാൾ നിർത്തി പോരാ, ഗുരുവിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെ പോലും എനിക്ക് ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന മുഖവും മുമ്പേ പറഞ്ഞ അനന്തതയിലേക്ക് ബോധാനന്ദ സ്വാമിയെ പടർത്തിയ ആ കണ്ണ് അല്ലേ? വലിയ വിപ്ലവവുമായിട്ട് വന്ന ബോധാനന്ദ സ്വാമിയെ ഒറ്റ നോട്ടത്തിൽ അവിടെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യിച്ച ആ കണ്ണ് കൃത്യമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ ഐഡൻറ്റിഫൈ ചെയ്തു, അതെടുത്ത് പറയുകയും ചെയ്തു. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ആ മുഖകാന്തിയും അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന ആ യോഗ നയനങ്ങളും ഞാൻ ഒരു കാലത്തും മറക്കില്ല എന്ന് പറഞ്ഞത് എവിടുത്തുകാരനാ? കൽക്കട്ടക്കാരൻ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിന്ന് നമ്മളുടെ ഒരു ഹൈന്ദവ ഒരു സംവിധാനത്തിൽ ഒരു സന്യാസി വര്യനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം ആരെക്കുറിച്ച് പറയും? ആരെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക? വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചായിരിക്കും അല്ലേ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് അല്ലേ? വിവേകാനന്ദ സ്വാമി മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് വിവേകാനന്ദ സ്വാമിയുടെ നാട്ടിൽ നിന്നും, കൊൽക്കത്തയിൽ നിന്നും വിവേകാനന്ദ സ്വാമിയെ അറിയാവുന്ന, വിവേകാനന്ദ സ്വാമിയുമായിട്ട് സൗഹൃദമുണ്ടായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൽ വന്ന് ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടതിന് ശേഷം എഴുതി വെച്ചതാണ്, ഗുരുവിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവൂ. ഇനി രവീന്ദ്രനാഥ ടാഗോറും അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടല്ലോ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൂടെ വേറൊരു ആളും കൂടി അന്ന് ശിവഗിരിയിൽ വന്നായിരുന്നു, CF ആൻഡ്രൂസ്.
തത്വചിന്തകനാണ്. അദ്ദേഹം ഒരുപാട് സാഹിത്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അദ്ദേഹവും ഗുരുവിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് കൂടി ആ ശിവഗിരിയുടെ ഡയറിയിൽ എഴുതി വച്ചു പോയി. എന്താണ് പറഞ്ഞത്? ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ആരെ കണ്ടെന്നാ പറഞ്ഞത്? ആണോ? ഞാൻ ദൈവത്തെ, ഗുരുവിനെ കണ്ടെന്നൊന്നും അല്ല പറഞ്ഞേ, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വിജയിച്ചരുളുന്ന നാരായണ ഗുരുസ്വാമി അല്ലാതെ മറ്റാരുമല്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചു സ്വന്തം കൈപ്പടയിൽ. നമ്മൾ അറിഞ്ഞില്ലെന്നേ. നമുക്കിപ്പോഴും അല്ല, ഈശ്വരൻ്റെ ഒന്നും അല്ല. എവിടെ സാമൂഹിക പരിഷ്കർത്താവ്? ഇപ്പോഴും നമ്മളുടെ വേദിയിൽ വന്ന് നമ്മളുടെ രാഷ്ട്രീയക്കാർ വന്നിട്ട് ഇവിടെ സാമൂഹിക പരിഷ്കർത്താവാണെന്ന് പറയുമ്പോൾ നമ്മൾ കൈയടിക്കും. ഒരു സംശയമില്ല, നല്ലതായിട്ട് കൈയടിച്ചു കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇനിയും ഇതെല്ലാം പോട്ടെ, ഇപ്പോൾ എനിക്ക് ഈ മെസ്സേജിൻ്റെ തൊട്ട് താഴെ വേറൊരു മെസ്സേജ് ഉണ്ട്. ഇതെല്ലാം കൂടെ വായിക്കാൻ നേരമില്ല എന്നിട്ട് കേട്ടോ. ഗുരു പറഞ്ഞിട്ടുണ്ടോ ഗുരു ദൈവമാണോ എന്നൊരു ചോദ്യം. ഇനി നമുക്ക് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് നോക്കിയേച്ചങ്ങ് പോയേക്കാം, അല്ലേ? ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു പറഞ്ഞിട്ടുണ്ടോ? ഗുരു ഉള്ളിടത്തെല്ലാം കണ്ട ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ടോ ഗുരു ദൈവമാണെന്ന്? ഉണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവനും ഇഷ്ടം പോലെ അടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു കാര്യം, ഗുരു എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് ഗുരുദേവ കൃതിയിലോട്ട് കൂടി ഒന്ന്, ഗുരുവിൻ്റെ കൃതി അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഗുരുദേവ കൃതി പഠിക്കുമ്പോഴും നമുക്ക് ഗുരുവിൻ്റെ ആ സ്വരൂപത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഗുരുവിൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കണമെങ്കിൽ ഗുരു ധാരാളം കൃതികൾ, ഏതാണ്ട് 64ഓളം കൃതികൾ എഴുതി തന്നിട്ടുണ്ട്. അതിനകത്ത് 33 സ്തോത്ര കൃതികൾ. അതിനകത്ത് വിഷ്ണുവുണ്ട്, ശിവനുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ദേവീസ്തവമുണ്ട്, വിനായകനെക്കുറിച്ചുണ്ട്, അല്ലേ? ഇങ്ങനെ ദേവിയെക്കുറിച്ചൊക്കെയുള്ള ഇഷ്ടം പോലെ കൃതികൾ. ഇതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് കേട്ടോ. ഈ കൃതികളെല്ലാം നമ്മൾ ചൊല്ലണം. ഭക്തിക്കും അപ്പുറത്ത് വളരെ സയൻറ്റിഫിക്കായിട്ടാണ് ഗുരുദേവൻ ഈ കൃതികളെല്ലാം നമുക്ക് രചിച്ച് തന്നിരിക്കുന്നത്. നമ്മളൊരു ഭക്തി മാറ്റിവെക്കുക. ഭക്തിയൊന്നുമല്ല, ഭക്തിയിലപ്പുറം ഓരോ കൃതിക്കും അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ വാക്കുകൾ എടുക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ ക്രമങ്ങൾ, അങ്ങനെ ധാരാളം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കൃതികൾ എഴുതി തന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സ്തോത്ര കൃതികളിലൂടെ. അതിനുശേഷം ദാർശനിക കൃതികൾ നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലേ? ദർശനമാല അടക്കം, അല്ലേ? ദർശനമാല, ആത്മോപദേശതകം അടക്കമുള്ള, അദ്വൈത ദീപിക അടക്കമുള്ള ദാർശനിക കൃതികളുണ്ട്. ഇനിയും പ്രബോധനാത്മക കൃതികളുണ്ട്. ജാതി നിർണയം, ജാതി ലക്ഷണം, അങ്ങനെയുള്ള മനുഷ്യനെ പ്രബോധിപ്പിക്കുന്ന അനുകമ്പാ ദശകം അടക്കമുള്ള കൃതികൾ. ഇനിയും അതിനുശേഷം തർജിമകളുണ്ട്. ഈശവാസ്യോപനിഷത്തൊക്കെ തർജിമ ചെയ്താണ്. അതോടൊപ്പം തന്നെ ഗദ്യകൃതികളുണ്ട്. 5 ഗദ്യകൃതികൾ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു ഗദ്യകൃതി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സ്തോത്ര കൃതികൾ ഒരു 4-5 ചൊല്ലും. മറ്റേ ദാർശനിക കൃതികളിൽ എളുപ്പമുള്ള 1-2 ചൊല്ലും. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഈശവാസ്യോപനിഷത്ത് ഒന്ന് ചൊല്ലുക, എളുപ്പമാണ്, ഇച്ചിരിയേ ഉള്ളൂ, ചെറുതാ, പെട്ടെന്ന് ചൊല്ലാൻ പറ്റും, ചൊല്ലും. അനുകമ്പാദശകം ചൊല്ലും. നമ്മൾ എളുപ്പമുള്ള കൃതികൾ ചൊല്ലാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്നത്, അല്ലെ? എളുപ്പമാണ്, അല്ലേ? അങ്ങനെ അതിനുശേഷം നമ്മൾ പിന്നെ എളുപ്പമുള്ള ഒരു സാധനമുണ്ട്, ഗദ്യപ്രാർത്ഥന, അല്ലേ? നമ്മളെല്ലാവരും ചൊല്ലാറുള്ളത്. ഈ ഗദ്യപ്രാർത്ഥന എവിടെ വെച്ച് രചിച്ചതാണെന്നറിയോ? കോലത്തുകരയിൽ വെച്ച് ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഗുരുവിൻ്റെ ഒരു ഭക്തൻ വന്നിട്ട്, എനിക്ക് ഈ ദൈവങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല സ്വാമി, എനിക്ക് ദൈവങ്ങളുടെ ഇടപാടൊന്നും വേണ്ട, എനിക്ക് അല്ലാതെ പ്രാർത്ഥിക്കുവാൻ ഗുരു എനിക്കൊരു കൃതി എഴുതി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു എഴുതി കൊടുത്ത കൃതിയാണ്, കോലത്തുകരയിൽ വെച്ച് എഴുതി കൊടുത്ത കൃതിയാണ് ഗദ്യപ്രാർത്ഥന, അല്ലേ? നമ്മളെല്ലാവരും ചൊല്ലാറുള്ളതാണ്. പ്രാർത്ഥനയുടെ അവസാനം നമ്മളെല്ലാവരും കൂട്ടത്തോടുകൂടി കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഗദ്യപ്രാർത്ഥന നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട്. ആ ഗദ്യപ്രാർത്ഥനയിൽ കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു, ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു, ഇനി ഇതൊക്കെയുമില്ലാതെ പോയാലും
നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. പറയുന്നുണ്ടല്ലോ, നാം ഇപ്രകാരം, നാം ശരീരമല്ല അറിവാകുന്നു എന്ന് കൃത്യമായിട്ട് ഗുരു പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഇതിന് താപ്പോട്ട് 2-3 ദൈവചിന്തനം 1, ദൈവചിന്തനം 2, പിന്നെ ആത്മവിലാസം എന്ന് പറയുന്ന അടുത്തൊരു കൃതിയും കൂടെ ഗദ്യകൃതിയാണ്, എഴുതിയിട്ടുണ്ട്. അത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇന്ന് തന്നെ പോയിട്ട്, ഗുരുദേവകൃതി ഉണ്ടോ എല്ലാവരുടെയിലും? ഇന്ന് തന്നെ പോയി ഗുരുദേവകൃതി എടുക്കുക. അതിനകത്ത് ആത്മവിലാസം എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഗദ്യപ്രാർത്ഥനയ്ക്ക് താഴെയോ മേളിലോ ഒക്കെ ആയിട്ട് കാണും. ഗദ്യകൃതിയുടെ കൂട്ടത്തിൽ കാണും ആത്മവിലാസമുണ്ട്. ആത്മവിലാസത്തിനകത്ത് ശ്രീനാരായണ ഗുരുദേവൻ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്താണ് പറയുന്നത്? ആരും വായിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാന്ന് പറയുന്നല്ലേ. ആത്മവിലാസത്തിനകത്ത് ശ്രീനാരായണ ഗുരുദേവൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും നാവില്ലാതെ രുചിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചിത് പുരുഷനാവുന്നു, നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാവുന്നു എന്ന് പറഞ്ഞിട്ട് ആ കൃതിയുടെ ഏറ്റവും അവസാനം ഇതാ നാമും ദൈവവും ഒന്നായി പോകുന്നു എന്ന് കൂടി ഗുരു പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ചൊല്ലാറില്ല, നമ്മളിത് കണ്ടിട്ടുകൂടിയില്ല. ഇങ്ങനൊരു സാധനം ഉണ്ടോയെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ചില അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ മുഖത്തു നിന്ന് നോക്കുമ്പം ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നോ എന്ന് ഉള്ള ഒരു തോന്നലേ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത്. ആത്മവിലാസത്തിൽ പറഞ്ഞാൽ ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും ചെയ്യുന്ന ചിത് പുരുഷനാവുന്നു, നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാവുന്നു, ഇതാ നാമും ദൈവവും ഒന്നായി പോകുന്നു എന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ കേട്ടോ? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുന്നില്ലേ, ആ ഗുരു തന്നെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അറിവ് ഈശ്വരനാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നാം ആരായി? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇങ്ങനെയല്ലേ ഗുരുവിനെ നമുക്ക് പഠിക്കാൻ കഴിയുക? ആത്മോപദേശ ശതകമുണ്ട്, നമ്മളെല്ലാവരും ചൊല്ലാറുണ്ട് ഇല്ലേ? ആത്മോപദേശ ശതകം നമ്മളുടെ തന്നെ ആത്മാവിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ശതകമാണ്. 100 എണ്ണം കൂടിയതാണ് ആത്മോപദേശ ശതകം. നമ്മൾ പഠിക്കണം. ആത്മോപദേശ ശതകമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചേ മതിയാവുള്ളൂ. പഠിക്കേണ്ട കൃതിയാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകത്തിൻ്റെ 66-ാമത്തെ ശ്ലോകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം പറയുന്നു: ഇര മുതലായവ എന്നും ഇപ്രകാരം വരും, ഇനിയും വരവറ്റ് നിൽപ്പതേകം അറിവത്, നാം അത് തന്നെ, മറ്റെല്ലാവരും അത് തന്നെ വടിവാർന്ന് നിന്നിടുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ 66 വരെയൊക്കെ വായിക്കാറുണ്ടോ? വായിക്കണം. നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്കൊക്കെ കഴിയണം. തീർച്ചയാണ്. ഇപ്പം തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ശാഖയുടെ സെക്രട്ടറി അടുക്കൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞത് 9-ാം നമ്പർ ശാഖയാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ സെക്രട്ടറി അടുക്ക ചോദിച്ചു, ഇവിടെ എത്ര വീടുണ്ട്? സെക്രട്ടറി വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, ഇവിടെ 292 വീടുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ? ഇപ്പോൾ ഇവിടെ എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ സെക്രട്ടറി ഒരു പക്ഷേ ചെറിയ ബുദ്ധിമുട്ടിലാവും. കാര്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഈ ശാഖയിൽ ഇത്രയും ആളുകൾ, ഇപ്പം ആളില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആളുണ്ട്. ഇത്രയും ആളുകൾ പോരാ. നമ്മളുടെ തിരുവുത്സവമാണ് അല്ലേ? 10 ദിവസത്തെ ഉത്സവമാണിത് ഇവിടെ നടക്കുക. 10 ദിവസത്തെ ഉത്സവത്തിൽ ഇന്നലെ വരെ ഭാഗവത സപ്താഹവുമായിട്ട് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം ആവോളം നമ്മളെല്ലാം മേടിച്ചു. അതുമാത്രം പോരാ, ഉത്സവ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അംഗവീടുകളിൽ നിന്ന് ഒരാളെങ്കിലും കൃത്യമായിട്ട് പങ്കെടുക്കുവാൻ തയ്യാറാവേണ്ട ഒരു അത്യാവശ്യമായ കാര്യങ്ങളുണ്ട്. ഭരണപരമായിട്ട് ഒരു പക്ഷേ പല പ്രതിസന്ധികൾ കാണും. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പലരാണല്ലോ, പല കുടുംബക്കാരാണല്ലോ, 292 കുടുംബക്കാരല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പലയിടത്തും കാണും. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഇവിടെ ഞാനത് വെച്ച് പറഞ്ഞല്ല. എങ്കിലും അങ്ങനെയുള്ള ശാഖകൾ. പക്ഷേ നമ്മുടെ ഉത്സവം ആദി കർമ്മങ്ങൾ, അല്ല ഉത്സവം, ചതയം, നമ്മുടെ ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ ഒക്കെ വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച്
ഒന്നിച്ചു കൂടി സംഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. വേണ്ടേ? കൂടണ്ടേ? കുറച്ച് പേര് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പേര് വന്നിരുന്ന് ഇത് കേൾക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ മറിച്ച് എന്തായാലും ഈ ശാഖയുടെ ഏരിയയിലൊക്കെ മൈക്ക് വെച്ചിട്ടുണ്ടായിരിക്കാം. കേൾക്കട്ടെ എന്ന് കണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇനിയുമുള്ള പ്രോഗ്രാമുകളിൽ നാളെ കൂടിയുണ്ട്. നമ്മളുടെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം നാളെയാണ്. എല്ലാവരും ശാഖയിലുള്ള മുഴുവൻ അംഗങ്ങളും അംഗവീടുകളിൽ നിന്ന് ഒരാളെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരണം. അല്ലേ? ഉത്സവമാണ്, അവധിയാണ്. ഞാൻ എൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞുങ്ങളെ പോലും കാണുന്നില്ല, ഒരു യുവാക്കളെ പോലും കാണുന്നില്ല, ഒരു യുവതികളെ പോലും കാണുന്നില്ല. നമ്മളുടെ അവസ്ഥ എങ്ങോട്ടാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട കാലമാണ്. അല്ലേ? നമ്മളുടെയൊക്കെ വീട്ടിൽ ടി വിയും കണ്ട് അല്ലെ മൊബൈലും കളിച്ച് ഇരിപ്പുണ്ട്. ആരും ഇല്ല എന്നൊന്നും പറയരുത്. കാര്യം ഞാൻ തിരുവല്ല SNDP യൂണിയൻ്റെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കൺവീനറാണ്. ഏതാണ്ട് 48 ശാഖകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ ഈ ശാഖകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അല്ലെ അവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റുമാർ എന്നോട് പറയുന്നത് ഞങ്ങളുടെ ശാഖയിലെങ്കിലും പിള്ളേരില്ലെന്നാണ് പറയുന്നത്. ആണ്, എന്നോട് നേരിട്ട് പറയുന്ന എൻ്റെ ശാഖയിൽ പിള്ളേരില്ല. മറിച്ച് ഇവിടുത്തെ ഉത്സവത്തിന് ഗാനമേള വെച്ചാൽ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, അതുപോലെ പിള്ളേരാ. നമ്മുടെ ശാഖയിലെ പിള്ളേർ തന്നെ ആന്നേ അത്. ഇതാണ് പ്രശ്നം. നമ്മളുടെ ഇത് ശാഖയുടെ സെക്രട്ടറിമാരുടെയോ പ്രസിഡന്റുമാരുടെയോ പ്രശ്നമല്ല, നമ്മളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരുടെ പ്രശ്നം മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ തലമുറ, ഞാൻ അടക്കമുള്ളവർ എന്ന് തന്നെ പറയാം, ഈ തലമുറയുടെ പേരിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ കേൾക്കുന്നത്. അല്ലേ? ഇതുപോലെ ഗുരുവിനെ അറിഞ്ഞ്, ഗുരുവിനെ അറിയിച്ച്, ഗുരുവിനെ അറിയിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. മക്കളെ, നീ എന്നെ അവിടെ കൊണ്ട് വിട്ടേച്ച് നീ പൊക്കോ, കഴിയാറാകുമ്പോൾ ഞാൻ മിസ് കോൾ അടിക്കാം, അപ്പം നീ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയാൽ മതി എന്ന് പറയുന്ന അമ്മമാരുണ്ട്. ഇതിനകത്തുണ്ടായിരിക്കാം. അത് മാറണം. അവരെയും കൈ പിടിച്ചിവിടെ കൊണ്ടുവരണം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്കത് സാധിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ നമ്മൾ മാറിയും കയറിയും നടക്കേണ്ടി വരും. സംശയമില്ലാത്ത കാര്യമാണ്, തീർച്ചയാണ്. ഗുരുവിനെ അറിഞ്ഞു വളരുന്ന ഒരു യുവത ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1903 അരുവിപ്പുറത്തിൻ്റെ മണ്ണിൽ വെച്ച് ഡോക്ടർ പൽപ്പുവിലൂടെയും കുമാരനാശാനിലൂടെയും പകർന്നു നൽകിയ ഒരു ദീപമുണ്ട്. നമ്മളിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു ദീപമുണ്ട്. അത് വെറും കളിയാണെന്ന് ആരെങ്കിലും കരുതിയാൽ നാളെ കാലത്തിനോട് കണക്ക് ചോദിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. മറിച്ച് അതിൻ്റെ ആ തിരികെടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൽ പരം പുണ്യം നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ ഒരു അവസരത്തിൽ എന്നെ വിളിച്ച 1 മണിയാണ് സമയം. എല്ലാവരും നല്ല വിശപ്പിലാണ്. വലിയ കാര്യമായിട്ടൊന്നും അങ്ങോട്ട് കയറില്ല. നമ്മൾ എന്നാ പറഞ്ഞാലും കയറില്ല. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു സയൻസ് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ നല്ല എന്താ പറയുക, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഗുരുസ്വരൂപത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നമിക്കുവിൻ സഹചരെ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഗുരുപാദത്തിൽ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിലോ ഇനിയും എക്സാമ്പിൾ പറഞ്ഞതിലോ ഒക്കെ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാത്രം തെറ്റായി കണ്ട് എന്നോട് ക്ഷമിക്കുക. മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് അറിയുവാൻ, ഒരു കാര്യമെങ്കിലും അറിയുവാൻ സാധിച്ചെങ്കിൽ അത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവ ധർമ്മം എപ്പോഴും ജയിക്കട്ടെ.